السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. അവനെ പിശാചിനെ വല്ലവനും മിത്രമാക്കുന്ന പക്ഷം, അല്ലെങ്കിൽ മിത്രമായി സ്വീകരിക്കുന്ന പക്ഷം, അവൻ പിശാച് തീർച്ചയായും അവനെ വഴിപിഴപ്പിക്കുന്നതാണ്, ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അവനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സംബന്ധിച്ച് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. കുത്തിബ അലാ ദാലിക്കൽ മുതമർരിദ്, ഈ ധിക്കാരിയായ പിശാച്, മിനശ് ശയാത്തീൻ ഇൻസി വൽ ജിൻ, മനുഷ്യന് ആകട്ടെ ജിന്നാകട്ടെ ഏത് സകല പിശാചുക്കളും, ഔ മൻ ഇത്തബഅഹു വസദ്ദഖ, അല്ലെങ്കിൽ അവനെ സ്വീകരിച്ചുകൊണ്ട് അവനെ സത്യപ്പെടുത്തിക്കൊണ്ട്, ഫഇന്നഹു, അതായത് പിശാച് പറയുന്നത് അനുസരിക്കുന്നവൻ. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹജ്ജിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവൻ അവൻ പിശാചിനെയാണ് പിൻപറ്റുന്നത്. അങ്ങനെ പിശാചിനെ മിത്രമായി സ്വീകരിക്കുന്നവൻ അവനെ കൊണ്ടെത്തിക്കുന്നത് നരകാഗ്നിയിലാകുന്നു, തീജ്വാലയുള്ള നരകാഗ്നിയിലേക്കാണ് അവൻ നയിക്കുന്നത്, ക്ഷണിക്കുന്നത് എന്നാണ്. വസദ്ദഖ വഇന്നഹു യുദില്ലു അലാ അൻ തരീഖിൽ ഹഖ്, യഥാർത്ഥ സത്യമായ മാർഗത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന് അവനെ തെറ്റിക്കുകയാണ്. വയസൂഖുഹു ഇലാ അദാബിന്നാർ, നരകത്തിൻ്റെ ശിക്ഷയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ഈ പിശാച് ചെയ്യുന്നത്. ബിമാ യഖൂദു ഇലൈഹി മിനൽ കുഫ്രി വൽ മആസി, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കുഫറുകളിൽ നിന്ന് അതിലേക്കും അതേപോലെ പാപകരമായ കാര്യങ്ങളിലേക്കുമാണ് ഇവൻ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. എന്ത് കാരണത്താൽ? അവൻ്റെ പിശാചിൻ്റെ മിത്രമായി സ്വീകരിച്ചതുകൊണ്ട്. അള്ളാഹു പഠിപ്പിച്ച സന്ദേശത്തെ വിട്ട് അവൻ സ്വന്തം ഇച്ഛയെ, ദേഹേച്ഛയെ അവൻ സ്വീകരിക്കുകയാണ്, യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്. അപ്പോൾ അവൻ പിശാചിൻ്റെ മാർഗമാണ് സ്വീകരിക്കുന്നത് എന്നാണ്. ഇത് നളർ ഇബ്നു ഹാരിസ് എന്നയാളാണ്, അദ്ദേഹമാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്, അറിവില്ലാതെ പറഞ്ഞത്. എങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക എന്നെല്ലാം. ഒരിക്കലും ആദ്യം ആരാണോ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് പിന്നീട് സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മറുപടിയായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.